ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വെറും 5 ലക്ഷം രൂപയ്ക്ക് പണിത ഒരു കുഞ്ഞു വീടിൻ്റെ കാര്യങ്ങളാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അതായത് ഈ ഒരു വീട് ഞങ്ങളുടെ അയൽപക്കത്തുള്ളതാണ്. അപ്പം അതിന് ഇത്ര ആവാൻ വേണ്ടി ഒരു 5 ലക്ഷമാണ് ചിലവ് വന്നിരിക്കുന്നത്. അതൊരു കുഞ്ഞ് സിറ്റ് ഔട്ട് അത്യാവശ്യം വലിപ്പമുണ്ട്. താഴെ കാണുന്ന എൻ്റെ സിസ്റ്ററിൻ്റെ വീടാണ്. ഇവിടെ ഒരു ഹാള് 2 ബെഡ്റൂമുണ്ട്. ഒന്നിപ്പുറത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഒരു കട്ടിൽ, ഒരു അലമാരിയൊക്കെ വെക്കാനുള്ളത്ര സ്പേസ് ഉണ്ട്. പിന്നെ ഇതിപ്പം അകത്തോട്ട് കയറിയതാണ്. പിന്നെ 2 റൂമുകളുടെ ഇടക്കായിട്ടാണ് ബാത്റൂം വരുന്നത്. കുഞ്ഞു ബാത്റൂമാണ്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് റൂമുണ്ട്. ഇപ്പുറത്ത് ഒരു റൂമുണ്ട്. ഇതും ഒരു കുഞ്ഞു ഫാമിലിക്കൊക്കെ പറ്റുന്ന റൂമൊക്കെയാണ്. പിന്നെ ഉള്ളത് ഇത് രണ്ടും കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്തോട്ടൊരു കിച്ചണാണുള്ളത്. അപ്പോൾ ഫുള്ള് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, തേപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 400 സ്ക്വയർ ഫീറ്റൊക്കെ ഉണ്ടാവും. കുഞ്ഞു വീട്, നല്ല ക്യൂട്ട്. ഇവിടെ ഒരു അടുക്കളയ്ക്കുള്ള സ്ലാബ് വാർക്കാനൊക്കെ ഉള്ളത് സെറ്റാക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇത് കുഞ്ഞു വീട്. ഇത് ഹാളാണ്. മുകളിൽ സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല, സാധാ വാർത്ത് ഇട്ടതേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ ഞാനിപ്പോൾ പുറത്തോട്ടിറങ്ങും. ആ താഴെ കാണുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ വീടാണ്. അപ്പോൾ അതൊരു 1300 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അത് ഏകദേശം ഇപ്പം 10 ലക്ഷം. അതായത് എല്ലാം കോസ്റ്റ് കുറച്ചിട്ടാണ്. സാധനങ്ങളൊക്കെ ഉണ്ടായി, കുറച്ച് മരമൊക്കെ നമ്മളവിടുത്തെ പ്ലാവിനെ വെട്ടിയതാണ്. 5 ലക്ഷത്തിൻ്റെ വീട് ഇതാണ്. വലിയ കുഴപ്പമില്ല. ഇനിയിപ്പം പെയിൻ്റൊക്കെ കഴിയുമ്പോൾ ഇനി ജനലും ഇതൊക്കെ ഇതിപ്പം ഏട്ടത്തിൻ്റെ വീട്. ഇത് പണി കഴിഞ്ഞിട്ടില്ല, തേക്കണം അത്ര. നിലത്ത് ഇത് CC ആക്കിയിട്ടുണ്ട്. ഇതിപ്പം നേരെ കയറുന്ന ഒരു ഹാളിലോട്ടാണ്. ഹാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു റൂം, ഇപ്പുറത്തൊരു മുറിയാണ്. പിന്നെ നടുക്കായിട്ടാണ് ബാത്റൂമും പിന്നെ ഏണിക്കൂടും വരുന്നത്. ഇവിടെ ഹാളിന് ഇപ്പുറം ഇത് കിച്ചൺ.